ഹൃദയപൂർവ്വത്തിനെ തൂക്കി കളങ്കാവൽ. ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനും മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് നമ്മുടെ മഹാനടന്മാരെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകൾ എൻ്റെ ലെവലിൽ നിന്നുകൊണ്ടും നിങ്ങൾക്കും ചിന്തിക്കാനും ഒക്കെ പറ്റുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇതെടുക്കുന്നത്. ഹൃദയപൂർവ്വം ഫുൾ പോസിറ്റീവ് എന്ന മോഹൻലാലിന്റെ സിനിമ ഓണത്തിന് 2025 റിലീസ് ചെയ്തു. അതിനകത്ത് പാട്ടിന് പാട്ട്, ഗംഭീര പാട്ടുകളുണ്ട്, ഹ്യൂമറുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ഈ പറഞ്ഞ ഇമോഷണൽ കണ്ടന്റ്, അത്യാവശ്യം വേണ്ട ആക്ഷൻ, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അത്യാവശ്യം നടന്മാർ, ലാലു ലക്സും സിദ്ദിഖും എല്ലാവരും അത്യാവശ്യം അഭിനയിച്ചേക്കുന്ന സിനിമ. പൂർണ്ണമായും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ള സിനിമ. 75-76 കോടി വേൾഡ് വൈഡിൽ കളക്ഷൻ കിട്ടി. ടോട്ടൽ ബിസിനസ് അല്ല, കളക്ഷൻ കിട്ടി. സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഒരു പോപ്പുലർ ഡയറക്ടർ, എന്നും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സത്യനന്ദിക്കാട് ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കയറുന്ന ഒരു ഡയറക്ടർ. മറുവശം ജിതിൻ എന്ന് പറയുന്ന പുത്തൻ ഡയറക്ടർ. മമ്മൂട്ടി കട്ട വില്ലൻ, വിനായകൻ നായകൻ. വലിയ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല ഇവരെ രണ്ടുപേരും, അല്ലാതെ ജിബിൻ ഗോപിനാഥ് പോലുള്ള ക്യാരക്ടർ മാത്രം, അല്ലാതെ ഈ രണ്ടുപേരിൽ മാത്രം പോലും. പക്ഷെ ഈ രണ്ടുപേരും അസാധാരണമായിട്ടും മത്സരിച്ച് അഭിനയിച്ച സിനിമ. പ്രത്യേകിച്ച് മമ്മൂട്ടി കട്ടയ്ക്ക് വില്ലനായിട്ട് നിന്ന് തകർത്ത് അഭിനയിച്ച സിനിമ. ടെക്നിക്കലി ഗംഭീരമായ സിനിമ. പാട്ട് ഹിറ്റാവുന്നു. മമ്മൂട്ടിയുടെ സിഗരറ്റ് വലിയും പുകയും ഒക്കെ ട്രെൻഡിങ് ആകുമ്പോൾ അതൊരു ട്രെൻഡ് സെക്ടറായിട്ട് മാറി. ഇങ്ങനെയുള്ള സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തപ്പോൾ ഇത് ഇന്നുകൊണ്ട് ഏകദേശം ഒരു 77-78 കോടി നേടിയപ്പോൾ നേരത്തെ കാട്ടിലൊക്കെ കളക്ഷൻ ഡ്രോപ്പായി വരുവാണ്. ഇപ്പം കളക്ഷൻ കുറഞ്ഞു വരുവാണെങ്കിൽ പോലും ഒരുപക്ഷെ മമ്മൂട്ടി പോലും പ്രതീക്ഷിക്കാത്ത, മമ്മൂട്ടിയുടെ ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത, മലയാള സിനിമ പ്രതീക്ഷിക്കാത്ത ഒരു കളക്ഷൻ തന്നെയാണ് 78 കോടിയെങ്കിൽ ഇപ്പം കിട്ടിയെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു വിജയം. അന്നേരം മോഹൻലാൽ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്നുള്ളതാണ്. മാസ് സിനിമകൾ ഒപ്പം ഭ്രമരവും തന്മാത്രയൊക്കെ മോഹൻലാൽ നേരത്തെ ചെയ്തു തീർത്തതെന്നല്ല പറഞ്ഞത്. ഇപ്പോഴും ഒരു പടമെങ്കിലും ഒരു വർഷം ഗംഭീരമായി അഭിനയ സാധ്യതയുള്ള പടം. കാരണം ഗംഭീര ആക്ടറാണല്ലോ മോഹൻലാൽ, ഉറപ്പായിട്ട് ചെയ്യണം. കാരണം മമ്മൂട്ടി, മോഹൻലാൽ രണ്ട് പിള്ളേരാകുമ്പോൾ നമുക്ക് ഇവരുടെ അഭിനയ സാധ്യതയുള്ള സിനിമകളോടെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും, ആരാധകർക്കായാലും എല്ലാ മലയാളി പ്രേക്ഷകർക്കായാലും ഇഷ്ടമാണ്. എന്തായാലും ഇന്നത്തെ ദിവസം കൂടി ഹൃദയപൂർവ്വത്തിനെ പൂർണ്ണമായും തൂക്കി കളങ്കാവൽ മുന്നേറും. ഇനി 100 കോടി എത്തുമെന്നുള്ളത് നമുക്കല്ല, ഗംഭീര സിനിമകൾ വരട്ടെ എന്ന് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നതിൻ്റെ കാരണം കളങ്കാവലിലെ ഈ തെരഞ്ഞെടുപ്പ്, മമ്മൂട്ടിയുടെ വില്ലൻ തെരഞ്ഞെടുപ്പ് അസാധാരണമാണ്. എല്ലാ പടങ്ങളും നന്നായിരിക്കട്ടെ നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക.